ഹലോ. ഇത് നമുക്ക് തേങ്ങ അരച്ച് നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഈ ഒരു ചിക്കൻ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, ബ്രെഡ് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയത് ഇതൊരു 1.25 കിലോ ചിക്കൻ ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ 3 വലിയ സവോള നീളത്തിലരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള കറിവേപ്പില, മല്ലിയില, പിന്നെ 10 വെളുത്തുള്ളി, 6 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് കുറച്ച് വെള്ളം ചേർത്ത് ഒരു ചതയ്ക്കുന്ന പരുവത്തിൽ അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/3 കപ്പ് തേങ്ങയുണ്ട്. അതിലേക്ക് ചെറിയൊരു സ്പൂൺ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ തേങ്ങ അരച്ചതാണ്, നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ അരച്ചെടുക്കണം, അപ്പോഴാണ് ഇതിന് രുചി കൂടുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയാണ്. ഇതൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, അത് ആവശ്യത്തിന് ചേർക്കാം. നിങ്ങൾക്ക് ചിക്കൻ മസാല വേണമെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം. ഇനി നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മസാലകളുടെയൊക്കെ ഒരു കളറുണ്ടല്ലോ, അത് നമുക്ക് നഷ്ടപ്പെടാതെ ആ ഒരു കളറിൽ നമുക്ക് കിട്ടും. ഇനി നമ്മുടെ പാത്രത്തിലേക്ക് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം, ഒരു 3-4 സ്പൂൺ മതിയാവും. ഇനി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി അത് ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ചൊരു 1-2 മിനിറ്റ് മതി. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയാണ്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒരു സവാള ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയാണ്. നമ്മുടെ സവാള കണ്ടില്ലേ, ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ചേർത്ത് കൊടുത്ത് അതും നല്ല പോലെ വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളി ഉടയുന്ന വരെ നമ്മൾ നല്ല പോലെ വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മൾ നല്ല പോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ദേ നമ്മുടെ തക്കാളി നല്ല പോലെ വാടി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ പൊടികളാണ്. നമ്മുടെ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മൾ നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ പൊടികളൊന്ന് മിക്സായി വരുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ദേ നമ്മുടെ മസാല നല്ല പോലെ മിക്സായിട്ട് നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്, ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1-2 മിനിറ്റ് നമ്മൾ ഈ മസാലയിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി വരുന്നത്. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വേവിച്ച് എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ കഴിക്കാനായിട്ട് നല്ല രുചിയൊക്കെ ഉണ്ടാവുന്നത്. 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ആ റെഡിഷ് കളറൊക്കെ ഒന്ന് പോയി. അതിനുശേഷം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പാണ്. അത് നല്ലപോലെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ആകെ ഒഴിച്ചിരിക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ്. ഇനി നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല പോലെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റായി, നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക, നല്ല പോലെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് മല്ലിയിലയാണ്. എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും യൂസ് ചെയ്യാം. എന്നിട്ട് അത് ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കുക കേട്ടോ കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ആ ഹീറ്റിൽ മല്ലിയില ഇരുന്ന് ആ ഫ്ലേവറൊക്കെ ഒന്ന് നല്ല പോലെ ഇറങ്ങി വരും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി തേങ്ങ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.